10-12 കൊല്ലേ ദുബായിൽ കിടന്നിട്ടേ ഷെയ്ക്കിന്റെ ഈ കാര്യങ്ങളൊക്കെ അയാളുടെ അണ്ടറിലൊക്കെ നിന്നിട്ട് ഞാനിവിടെ പണിയെടുത്തുകൊണ്ട് ഉണ്ടാക്കി വെച്ച കാശ് കൊണ്ട് 2 നില വീട് കൊടുത്തു. അതിന്റെ മുമ്പിൽ ഞാനൊരു ബോഗമില്ല പിടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഭവിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടെന്ന്. നല്ല ഭംഗിയുള്ള ഓർക്കിഡും കുറച്ച് റോസാ ചെടികളും കുറച്ച് തുളസിയും കുറച്ച് മുല്ലയ്ക്കാണെങ്കിൽ എന്ത് ഭംഗി. ഇതാ പറഞ്ഞ നിനക്ക് തലക്ക് വെളിവില്ലാന്ന്. 2 നില വീട് പണിതതിന് മുമ്പിൽ നമ്മൾ അവിടെ ഒരു ബോഗമില്ല പിടിപ്പിച്ചില്ല. പിന്നെ എന്താണ് ഞാൻ ഈ ദുബായ്ക്കാരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ വല്ല പെമ്പിള്ളേരെ പോയി നോക്കി എന്തത്. ഇതാ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ പിണങ്ങാം. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ എനിക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിനെ വേണ്ടെന്ന് അച്ഛനമ്മോട് ഞാൻ പറഞ്ഞാണ്. നിങ്ങൾ ഇതിനെ പറയുള്ളൂ, നിങ്ങൾ ഇങ്ങനെ പറയുള്ളൂ. നിങ്ങൾ ഈ അവസര നിമിഷത്തിൽ വേണ്ട ഞാൻ ഇതാണ് ഇതൊക്കെയാണ് നിന്റെ സ്വഭാവം. ഇതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിനക്ക്? സംഭവം എന്താണ് സംഭവം? ഞങ്ങൾക്കൊരു വിഷയമില്ല. ഞങ്ങള് രണ്ടാളും ചേച്ചി ഞാനൊക്കെ സാരിയൊക്കെ ചുറ്റും ഞാൻ മുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നീ നിന്റെ കാര്യങ്ങൾക്ക് പോയി. നീ പോയി വിട്ടുപോയി നീ ചെല്ല്. നീ പോ. ഈ മനുഷ്യൻ എന്നും രാവിലെ വന്നത് ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ട് പോകും. ഇവിടെ അടുക്കളയിൽ കംപ്ലീറ്റ് ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കഴിക്കും. ഇയാളാ? ഇവനാ? അതെ, ഈ സുഭദ്ര. ഇവൻ തന്നെ. എന്റെ പൊന്നുമോള അങ്ങനെയാണ് ഇപ്പൊ ആകെ പ്രശ്നമുള്ള. മനുഷ്യനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഊണയ്ക്ക് വന്നപ്പോ അവിടെ മീൻകറി ഉണ്ടായിരുന്നില്ല. നീ ചാളക്കറി വെച്ചില്ലേ? അതുകൊണ്ടാണ് ആ കൽച്ചട്ടിയിലെ സാധനം കാണാണ്ടിരുന്നത്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. അപ്പൊ നമുക്കൊരു ആൾക്കാരുണ്ട് ഈ ഭൂലോകത്ത്. നമുക്കൊരു കാര്യം ചെയ്യുന്ന നമ്മളാ കലച്ചട്ടിയിലേ നമുക്കൊരു പറ്റിക്കാം. നമുക്ക് ആ കലച്ചട്ടിയിലുണ്ടല്ലോ നമ്മുടെ കലച്ചട്ടി, മീൻ വെക്കുന്ന കലച്ചട്ടിയില്ലേ, നമുക്ക് അതിനകത്ത് കുറച്ച് പശുവിന് ചാണകം എടുത്ത് വാരിയിടാം. ചാണകം വാരിയിടാം. ചാണകാണെന്ന് അറിയാൻ നമുക്ക് കഴിക്കൂലല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാലൊഴിക്കാം. കുറച്ച് കിസ്മസ്, കുറച്ച് കശുവണ്ടി പരിപ്പ്, കുറച്ച് ഐസ്ക്രീം, എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു ചെറുപ്പഴം കൊണ്ടുവന്നാട് വെക്കാം. ഇവൻ വന്നിട്ട് ചാണക്കര എന്ന് പറഞ്ഞാൽ ആ സാധനം എടുത്ത് കുടിച്ചോളൂ. എന്തിനാ അവരെടുത്ത് കുടിക്കാൻ പോണത്? എനിക്ക് തന്നാ പോരെ, ഞാൻ കഴിച്ചോളൂ. നീയാ ഇത്രയും നല്ലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വല്ല കണ്ണി കണ്ട ആൾക്കാർക്ക് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാണ് പറയുന്നത്. നിനക്ക് വിവരമല്ലെന്ന് പറയുന്നത്. അവനെ കുടിപ്പിക്കാനുള്ള സാധനം നീ കുടിക്കുന്നു. ഇതാണ് എന്താണ്? താനെ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് പോണ കേസ് എന്താണ്? താൻ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് പോലെ ഞാനത് കണ്ടാലേ. എന്റെ പൊന്നു ചേട്ടാ, ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് ഇത്. ചേട്ടൻ ഇല്ലാത്ത നേരം നോക്കി ഇതുപോലെ വന്ന് ഈ ജനലിന്റെ അവിടെ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ആരാന്ന് നിനക്കറിയാമോ? എടാ, ഞാനും എന്റെ പെമ്പറത്തിയും ഇവിടെ നിൽക്കുന്ന സമയത്ത് നീ വന്ന് ഒളിഞ്ഞു നോക്കേണ്ട കേസ് എന്താണത്? ഞങ്ങള് കണ്ടു. ഞാൻ കണ്ടു. കണക്കായി പോയി. നിങ്ങൾ ഭാര്യഭർത്താവല്ലേ? നിങ്ങൾ ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കണം. ഇച്ചിരി മാന്യമായിട്ട് നിൽക്കണം. ഞങ്ങൾക്ക് എന്താ മാന്യത കുറവെന്ന്? ഞാൻ മുണ്ട് കൊടുത്തേക്കണം, അവളെ സാരി കൊടുത്തേക്കണം. അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ഇവിടെ കാണിച്ചത് എന്ത് വൃത്തിയാണ്? ഞങ്ങൾ എന്ത് വൃത്തിയാണ് കാണിച്ച്? നിങ്ങൾ കാണിച്ച വൃത്തിയാണ് ഞാൻ ഇവിടെ നിന്ന് കണ്ടതാ കേട്ടോ. എന്തെന്ന്? നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് കാണിച്ച വൃത്തിയാണ് ഞാൻ കണ്ടത്. കാണിച്ചില്ലേ നിങ്ങള്? ഞങ്ങൾ എന്ത് കാണിച്ചു പറയുന്നത്? ഞങ്ങൾ ഒരു വൃത്തിയാണ് കാണിച്ചിട്ടുള്ളത്. കള്ളം പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്ക് ഇപ്പൊ ഉമ്മ കൊടുത്തില്ലേ? ഞാൻ ഉമ്മ കൊടുത്തിട്ടില്ല. കൊടുത്തില്ലേ? ഞാൻ കൊടുത്തിട്ടില്ല. ഉമ്മ കൊടുത്തത് എന്റെ ഉമ്മ കൊടുത്തില്ല. നിങ്ങൾ ഉമ്മ കൊടുത്ത എന്റെ 2 കണ്ണോട് കാണാൻ. നിങ്ങൾ അവിടെ നോക്കിയാൽ കാണാനേ. ഇവിടെ മാറിയതാ കാണാം. സുഭദ്ര ഒന്ന് പരീക്ഷിക്കാം. നമുക്ക് നമ്മൾ ഈ വീടിനെ മുറ്റത്ത് നമ്മൾ ഉമ്മ കൊടുത്തെന്നുള്ള ഇയാൾ പറയണത്. നമുക്കൊന്ന് പരീക്ഷിക്കാം. എന്റെ ചേട്ടാ, ചേട്ടനെ കണ്ട എത്ര നാളായി. ചേട്ടാ എവിടെയായിരുന്നു കേട്ടോ? നോക്കാൻ പോയിരിക്ക. പിന്നെ സുഭദ്രേ, നേരാടി അവിടെ നിന്ന ഉമ്മ വെക്കണ പോലെ